ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കും. അത് ഈ പുസ്തകം പോലെ ആയിരിക്കില്ല. അതിൽ പറയാത്ത പലതും ഉണ്ടാവും, നിങ്ങൾക്കറിയപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടാകും. അതൊരു ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു സൂചനകൾ? നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. അതായത് ആദ്യ പുസ്തകത്തിൽ സത്യത്തിൽ ഒരു മയത്തിലാണ് എല്ലാം പറഞ്ഞു പോയത്. ആ മയത്തിൽ തന്നെയായിരിക്കും അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകും. പറയാതെ പോയ കാര്യങ്ങളാണ്. അറിയപ്പെടാത്ത കാര്യങ്ങൾ, വിട്ടുപോയ കാര്യങ്ങൾ ഒക്കെ അതിലുണ്ടാകും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ആ പുസ്തകം തയ്യാറാക്കുന്നതിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഞാനുമായി ബന്ധപ്പെടുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമായി ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ മറന്നുപോയ പല കാര്യങ്ങളും പലർക്കും ഓർമ്മയുണ്ട്. അവരത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തി അതെല്ലാം ശേഖരിച്ച് അതെല്ലാം കൂടിയുള്ള നിലവിൽ പ്രസിദ്ധീകരിച്ചതിനേക്കാളും കൂടുതൽ പേജുകളുള്ള ഒരു പുസ്തകമായിരിക്കും അടുത്തത്. ഈ ആദ്യ പുസ്തകം ഒരു വിവാദം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് പിന്നീട് ഏറ്റവും നല്ല പുസ്തകം പുറത്തിറങ്ങി. എൻ്റെ പുസ്തകം വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ആ പുസ്തകത്തിൻ്റെ പേരിൽ എൻ്റെ പുസ്തകം ഒരു വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ഈ രംഗത്ത് ചില തെറ്റായ പ്രവണതകൾ സ്വീകരിച്ചവർ അതിന് ശ്രമിച്ചു. അതൊരു രാഷ്ട്രീയമായി ഒരു വ്യക്തിഹത്യ നടത്താനുള്ള ബോധപൂർവമായൊരു പരിശ്രമത്തിൻ്റെ കൂടി ഭാഗമാണ്. അത് പൊളിഞ്ഞുപോയി. ഈ രണ്ടാമത്തെ പുസ്തകവും അത്തരത്തിലൊരു വിവാദത്തിലേക്ക് പോവുമോ? രണ്ടാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ. ഈ വിവാദത്തിലേക്ക് പോകുമോ ഇല്ലെന്നുള്ളതെല്ലാം അത് വന്നതിന് ശേഷമല്ലേ പറയുക.